ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വറ്റൽമുളക് ചേർത്തിട്ടുള്ള ഒരു ചിക്കൻ കൊണ്ടാട്ടത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കിയിരിക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 2.5 കിലോ ചിക്കൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് 200 ഗ്രാം വറ്റൽമുളകാണ് എടുത്തിട്ടുള്ളത്. നമ്മളിതിൽ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല കേട്ടോ. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് കല്ലുപ്പ്, അതുപോലെ ആവശ്യത്തിന് കറിവേപ്പില, അരമുറി നാളികേരം ചെറുതായി കട്ട് ചെയ്തത്, 200 ഗ്രാം ചെറിയുള്ളിയും കട്ട് ചെയ്തത്. ഇനി ആദ്യം തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ വറ്റൽമുളക് ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. വറുത്ത് പൊടിച്ചാണ് നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം അതൊന്ന് വറുത്തെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിവിടെ ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായി ചൂടായതിന് ശേഷം നമ്മുടെ വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക. ഇതിൽ നിന്നും ഒരു 7 വറ്റൽമുളക് ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ബാക്കിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി നല്ലൊരു സ്മെല്ല് വരും കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മുടെ വറ്റൽമുളകിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഗ്യാസ് ഓഫാക്കിയതിന് ശേഷം നമുക്കിത് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് നമ്മൾക്ക് ഇതേ ചീനച്ചട്ടിയിൽ തന്നെ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം നമ്മുടെ ചെറിയുള്ളി, നാളികേരക്കൊത്തൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുക, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. നന്നായി വഴന്നു വരുമ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന വറ്റൽമുളക് നടുവൊന്ന് പൊട്ടിച്ചതിന് ശേഷം ഇതുപോലെ ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾക്ക് നേരത്തെ നമ്മൾ തണുക്കാനായി മാറ്റി വെച്ചിരിക്കുന്ന വറ്റൽമുളക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ മുഴുവൻ വറ്റൽമുളകും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ക്രഷ് ചെയ്താൽ മതി. ഒരുപാട് ഫൈനായി പൊടിയേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതുപോലെയാണ് കിട്ടേണ്ടത്. ഇനി നമ്മുടെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കുറച്ചധികം കറിവേപ്പില തന്നെ ചേർത്ത് കൊടുക്കും കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന വറ്റൽമുളക് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുക. 2.5 കിലോ ചിക്കനിലേക്ക് 200 ഗ്രാം വറ്റൽമുളക് കറക്റ്റ് എരിവാണ്. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്നുകൂടി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ. നമ്മളിതിൽ വെള്ളമൊന്നും ചേർക്കാത്തത് കൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുക. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. 10 മിനിറ്റിന് ശേഷം നമുക്ക് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ അടച്ച് വെച്ച് 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് വേവിക്കുന്നത്. അപ്പോൾ 10 മിനിറ്റിന് ശേഷം കണ്ടില്ലേ, കുറച്ച് വെള്ളം ചിക്കനിൽ നിന്നും ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ ചിക്കൻ വെന്ത് വന്നിട്ടില്ല. വീണ്ടും അടച്ചു വെച്ച് നമ്മൾക്ക് ഒരു 15 മിനിറ്റും കൂടിയും കുക്ക് ചെയ്യാം. അപ്പം ഇത് അടച്ചു വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണേ, ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കുക. അപ്പം നമ്മുടെ ചിക്കൻ ഏകദേശം ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഉപ്പൊക്കെ കറക്റ്റാണ്. കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ വറ്റൽമുളക് ചിക്കൻ കൊണ്ടാട്ടം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ 3 ഓപ്ഷൻ വരും. അതിൽ ഓൾ എന്ന് വേണം സെലക്ട് ചെയ്യാനായിട്ട്. എന്നാലേ ഞാനിടുന്ന പുതുപുത്തൻ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കുകയുള്ളൂ. താങ്ക്